പച്ചക്കായ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കായ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കായ തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 3 കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സബോള, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി. നമ്മളിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കായയും തക്കാളിയും സവോളയൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി അതിന് ശേഷം നമ്മുടെ ഈ കായയുടെ തൊലി നമ്മൾ ശരിക്കും കളയുന്നില്ല, അതിൻ്റെ ആ ഞരമ്പ് പോലുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ചീകി കളയുന്നുള്ളൂ. അതിനുശേഷം കായ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കായ നമ്മൾ കട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു കറ പോലെ ഒരു ഇത് വരും, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സവോള ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ, ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ചട്ടിക്കലം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കറി ചെയ്യുന്നത് മൺകലത്തിലാണ്. മൺകലം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു കുറച്ച് മാത്രം ഉലുവ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകും ഉലുവയും ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, തക്കാളി, സവോള, ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു പകുതി വാടൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും തക്കാളിയും എല്ലാം തന്നെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത്, നമ്മൾ പുളി കാണിച്ചില്ലായിരുന്നു, പുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇട്ട് വെച്ച പുളിയും ആ പുളിയുടെ വെള്ളം കൂടി നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് നിങ്ങൾക്ക് എത്ര ചാറ് വേണമെന്നനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ കായയൊക്കെ ചാറിലേക്ക് മുങ്ങി കിടക്കാൻ പാകത്തിന് ആക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പച്ചക്കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വച്ച് നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.